ഹൈക്കോടതിയിലെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും ഹ്രസ്വനാടകത്തിലൂടെ അപമാനിച്ച സംഭവത്തിൽ നടപടി. അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി.എ. സുധീഷ്, കോർട്ട് കീപ്പർ പി.എം. സുധീഷ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. വിഷയത്തിൽ ലീഗൽ സെല്ലും അഭിഭാഷക പരിഷത്തും പരാതി നൽകിയിരുന്നു. വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനം ടിവിയാണ്. കുടിവെള്ളത്തിന് ജലധാര മിഷൻ, കടലിരിക്കാൻ കക്കൂസ്, എല്ലാത്തിനും ഞാൻ വാറണ്ടി കൊടുക്കുന്നില്ലേ? വാറണ്ടി മാത്രമേ ഉള്ളൂ, വാറണ്ടാ കിട്ടുന്നത്. ഇതെല്ലാം കിട്ടിയിട്ടും ഞാൻ പ്യാരാ പ്യാരാ എന്ന് പറയുമ്പോ ജനം പോരാ പോരാ എന്ന് പറയുന്നു. ദേശസ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ രാജ്യദ്രോഹികൾ. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഹൈക്കോടതി, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലെ ജീവനക്കാരും അഭിഭാഷകരും അവതരിപ്പിച്ച ഹ്രസ്വനാടകത്തിലെ ചില ഭാഗങ്ങളിലാണ് പ്രധാനമന്ത്രിയെയും കേന്ദ്ര പദ്ധതികളെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ. സംഭവത്തിൽ ഹൈക്കോടതി അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി.എ. സുധീഷ്, കോർട്ട് കീപ്പർ പി.എം. സുധീഷ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ടി.എ. സുധീഷായിരുന്നു നാടകത്തിന്റെ സംഭാഷണം എഴുതിയത്. അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട ലീഗൽ സെല്ലും ഭാരതീയ അഭിഭാഷക പരിഷത്തും പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ 2 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് രജിസ്ട്രാർക്ക് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. കൂടാതെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം രജിസ്ട്രാർ വിവാദ സംഭവമുണ്ടായ സാഹചര്യം സംബന്ധിച്ചും വിശദീകരണം നൽകണം. പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗരീതിയെയും കേന്ദ്ര പദ്ധതികളെയും ആക്ഷേപിച്ചുകൊണ്ടും സ്വാതന്ത്ര്യത്തിന്റെ അമൃത് വാർഷികാഘോഷത്തെ വിമർശിച്ചുകൊണ്ടുമാണ് ഹ്രസ്വനാടകം അവതരിപ്പിക്കപ്പെട്ടത്. ജഡ്ജിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നാടകം അവതരിപ്പിക്കപ്പെട്ടത്. സംഭവത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും അന്വേഷണം ആരംഭിച്ചു. ജനം ടിവിയാണ് വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ജനം, കൊച്ചി.